രാവിലെ തന്നെ അവസാനിച്ചൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എന്നെ വേണ്ടാട്ടോ, വിനുനെ മാത്രം മതി. അവനായിട്ട് കളിക്കാനാണ് ഇപ്പൊ അവന് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോ കരിമീൻ പൊള്ളിച്ചതും കൂട്ടി ചോറുണ്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരുന്നു കേട്ടോ ചേച്ചിക്ക് ഒരു പെട്ടെന്ന് വല്ലായ്മ വന്നത്. അപ്പൊ തന്നെ അവളെയും തൂക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാണിച്ച് 2 കുപ്പി ഗ്ലൂക്കോസ് ഇറക്കിയിട്ട് അവളെ അമ്മേനെ നേരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോ ഞാനും ഷാൽവി വിനുവും കൂടിയിട്ട് ഒന്ന് ബീച്ച് കാണാനായിട്ട് ഇറങ്ങിട്ടോ. ഗംഗില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ സുഖം ഉണ്ടായില്ല കേട്ടോ. പക്ഷെ അവൾക്ക് വയ്യാത്ത കാരണം അവളെ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. ഓഹോ ബീച്ചിലേക്ക് എന്താ പോയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ മോമോസ് ഓർഡർ ചെയ്യായിരുന്നു. വിനും ഷാൽവിയും കൂടിയിട്ട് ഐസ്ക്രീമിന്റെ എണ്ണ എടുക്കുമായിരുന്നു കേട്ടോ. ഏതാ വേണ്ടേ എന്നുള്ളത്. രണ്ടുപേരും കിക്കാറ്റിന്റെ ഫ്ലേവർ വരുന്ന ഐസ്ക്രീം ആയിരുന്നു കേട്ടോ മേടിച്ചത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന മോമോസ് വന്നു. പിന്നെ ഷാൽവിയും വിനും കൂടിയിട്ട് തട്ടുദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂന്തൽ റോസ്റ്റും ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇവിടുത്തെ മോമോസ് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ എപ്പോ വന്നാലും ഈ ഒരു സാധനം തന്നെയാട്ടോ ഓർഡർ ചെയ്യാറുള്ളത്. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്തെ ഈ ഒരു സാധനം കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ അതും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ. പത്രമുള്ള ഗൈസ് ബൈ.